ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്ന് പറയുന്നത് വ്യാകുല ചിന്തയിൽ നിന്നും വിടുതൽ ലഭിപ്പാൻ ഒരു വിശ്വാസി എന്താണ് ചെയ്യേണ്ടത്. വ്യാകുല ചിന്തകളിൽ നിന്നും വിടുതൽ ലഭിപ്പാൻ ഒരു വിശ്വാസി എന്താണ് ചെയ്യേണ്ടത്? നമ്മെ ഓരോരുത്തരെയും വ്യസനിപ്പിക്കുന്നത് നമ്മുടെ വ്യാകുല ചിന്തകളാണ്. നമുക്ക് ലഭിക്കാത്തതിനെക്കുറിച്ച് ദുഃഖിക്കുന്നു. പിന്നെ അത് ലഭിക്കുന്നതിനായിട്ടുള്ള പ്രവൃത്തികൾ ആരംഭിക്കുന്നു. എന്നാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ നോക്കാതെ, അതിന് ദൈവത്തോട് നന്ദി പറയാതെ, നമ്മെ സഹായിച്ച മനുഷ്യരോട് കാണിക്കാതെ ജീവിക്കുമ്പോഴാണ് വ്യാകുല ചിന്തകൾ ഉണ്ടാകുന്നത്. അതിൽ നിന്നും വിടുതൽ ലഭിക്കുന്നതിനായി തിരുവചനം എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണം. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണം. വിശുദ്ധ മത്തായി ശ്ലീഹാ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 25-26 വാക്യങ്ങൾ നോക്കുമ്പോൾ അതിൽ പ്രകാരം പറയുന്നു: അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും, എന്ന് കുടിക്കും, എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്നും ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ എന്നാണ് ഇവിടെ പറയുന്നത്. ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലോ എന്നാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. നിങ്ങൾ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നാളെക്കുറിച്ച് ആകുലപ്പെടേണ്ടി വരികയില്ല. അവൻ നമ്മെ നമ്മുടെ കഷ്ടതയിൽ താങ്ങിക്കൊള്ളും. നമുക്ക് മനസ്സ് നമ്മെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ആദ്യം കേൾക്കുക. അതായത് നമ്മുടെ മനസ്സ് നമ്മെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ആദ്യം കേൾക്കുക, തിരിച്ചറിയുക, തെറ്റുതിരുത്തുക, അനുദപിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും രക്ഷിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യാചിക്കുന്നവന് ലഭിക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറന്നു കിട്ടും. ഇതൊക്കെയും നീ നിന്റെ ദൈവത്തോടാണ് ചോദിക്കുന്നതെങ്കിൽ നിനക്ക് ലഭിക്കും. ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും, യാതൊരു സംശയവുമില്ല. ആത്മാവിനെ അനുസരിച്ച് ആണ് ജീവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ വ്യാകുല ചിന്തകളിൽ നിന്നും വിടുതൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ജഡത്തിൻ്റെ മോഹങ്ങളെ നിവർത്തിക്കുകയില്ല. അതിനായിട്ട് ആണ് ഇന്ദ്രിയ ജയം നാം പ്രാപിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് സർവഭാരവും ദൈവത്തിങ്കിൽ വെച്ചു കൊള്ളുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഉത്തരവാദിത്വം. നിർമ്മലരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. ദൈവം നിങ്ങളെ കരുതുന്നവനാകിയാൽ നിങ്ങളുടെ ചിന്താകുലങ്ങൾ അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നിങ്ങളെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കുക, അവൻ കാത്തുകൊള്ളും എന്നാണ് നമുക്ക് ഇവിടെ പൗലോസ് ശ്ലീഹായിൽ നിന്നും മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ പത്രോസ് ശ്ലീഹായും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പത്രോസ് ശ്ലീഹ പറയുന്നത്, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. ദൈവം നിങ്ങളെ കരുതുന്നവനാകിയാൽ നിങ്ങളുടെ ചിന്താകുലങ്ങൾ അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്നാണ് പറയുന്നത്. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് പ്രാർത്ഥനയാലും യാചനയാലും ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനയാലും യാചനയാലും ദൈവസന്നിധിയിലേക്ക് നാം ഓരോരുത്തരും കടന്ന് ചെല്ലേണ്ടതുണ്ട്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നത്, അങ്ങനെയെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമുക്ക് ഉണ്ടാകും എന്നാണ്. അടുത്തത് അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് ദൈവ സമാധാനം ഹൃദയത്തെയും നിലവുകളെയും സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചു കൊള്ളുക എന്നുള്ളതാണ്. പൗലോസ് ശ്ലീഹ പറയുന്നത്, നിങ്ങൾ ദൈവത്തിൽ തന്നെത്താൻ സമർപ്പിക്കുക, അവൻ ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ തരും. നിങ്ങളുടെ നിലവുകളെ കാത്ത് നല്ലതിനു വേണ്ടി സൂക്ഷിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ദൈവവചനമാകുന്ന സർവായുധ വർഗം ധരിച്ചു കൊള്ളുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുന്നുവെങ്കിൽ
ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് പിശാചിൻ്റെ തന്ത്രങ്ങളെ എതിർപ്പാൻ നമുക്ക് കഴിയും എന്നാണ് പൗലോസ് ശ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. അടുത്തത് ദൈവത്തിൻ്റെ പ്രത്യാശയെ മുറുകെ പിടിക്കുക എന്നാണ് പൗലോസ് ശ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിക്കുന്നുവെങ്കിൽ നമ്മിൽ അവൻ വസിക്കും. ഒരിക്കൽ നമ്മുടെ കർത്താവിനെ തിരിച്ചറിഞ്ഞതിന് ശേഷം അവനെ മുറുകെ പിടിച്ചുകൊണ്ടെന്നാൽ നാം ക്രിസ്തുവിൻ്റെ പങ്കാളികളായിത്തീരും എന്നതിന് നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. വ്യാകുല ചിന്തകളിൽ നിന്നും നാം വേർതിരിയപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണം. രണ്ടാമത്തത് വിശ്വാസിയുടെ ആത്മാവ് തന്നോട് എന്ത് പറയുന്നുവോ അപ്രകാരം ജീവിക്കണം. മൂന്നാമത്തേത് സർവഭാരവും ദൈവത്തിങ്കൽ മേൽ വെച്ചു കൊള്ളണം. നാലാമത്തത് പ്രാർത്ഥനയാലും യാചനയാലും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലണം. അഞ്ചാമത്തത് ദൈവസമാധാനം ഹൃദയത്തെയും നിലവുകളെയും സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ച് കൊടുക്കണം. ആറാമത്തത് ദൈവവചനമാകുന്ന സർവായുധ വർഗം ധരിക്കണം. ഏഴാമത്തത് ദൈവത്തിൻ്റെ പ്രത്യാശയെ മുറുകെ പിടിക്കണം എന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. അതിന് നമുക്കെല്ലാവർക്കും ഇടയാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.